ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂവൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ബൺ ദോശയാണ് കേട്ടോ. ഉഴുന്നൊന്നും ചേർക്കാതെ വളരെ സ്പോഞ്ചിയായി ചെയ്തെടുക്കുന്ന ഒരു ബൺ ദോശയും അതിൻ്റെ പെർഫെക്റ്റ് കോംബോ ആയിട്ടുള്ള ടൊമാറ്റോ ചട്നിയുമാണ് ചെയ്യുന്നത്. അതും ശരവണ ഭവൻ സ്റ്റൈൽ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ സ്പെഷ്യൽ കോംബോ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ബൺ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഈ പാത്രത്തിലേക്ക് 2 കപ്പ് പച്ചരി, അതായത് റോ റൈസ് നമ്മൾ പറയാറില്ലേ, അപ്പോൾ ആ പച്ചരിയാണ് 2 കപ്പ് എടുത്തിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ഈ അരിയുടെ ഒപ്പം ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം കേട്ടോ. വാഷ് ചെയ്ത് ഒരു 2 തവണ വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇത് ശരിക്കും ഓപ്ഷണലാണ്. ചവ്വരി ചേർക്കുമ്പോൾ നമുക്കിതിൽ നല്ലൊരു വൈറ്റ് കളർ കിട്ടും. നമ്മളുടെ ഈ ബൺ ദോശയ്ക്ക് നല്ലൊരു വൈറ്റിഷ് കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചവ്വരി ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്കിത് ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 2 തവണ ഈ അരിയും ഉലുവയും കൂടി കഴുകുക. അതിന് ശേഷം മൂന്നാമത് കഴുകുമ്പോൾ ഈ ചവ്വരിയും കൂടി ഇട്ട് ഒറ്റ തവണ കഴുകിയെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഈ ചവ്വരിയിൽ നിന്ന് ഒരുപാട് വേസ്റ്റേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ തവണ അപ്പോൾ ചവ്വരിയൊക്കെ ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് 6 മണിക്കൂർ കുതിർക്കാൻ വെക്കാം. ഇപ്പോൾ 6 hours കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അരി കുതിർത്താനിട്ടതൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി അരയ്ക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ട് നമുക്ക് ഒരു അല്പം അവിൽ കുതിർത്തെടുക്കണം. അപ്പം ഞാനിവിടെ 1 കപ്പ് അവിലാണ് ഇപ്പോൾ വെള്ളത്തിൽ കുതിർക്കുന്നത് കേട്ടോ. നിങ്ങൾ ഏത് കപ്പ് കൊണ്ടാണോ അരി അളന്നിട്ടുള്ളത് ആ സെയിം കപ്പ് തന്നെ ഉപയോഗിച്ചിട്ട് അവിലും എടുക്കുക. ഇപ്പം നമ്മൾ 2 കപ്പ് അരിയല്ലേ, അപ്പോൾ അതിൻ്റെ നേർപകുതി, അതായത് 1 കപ്പ് അവിലിട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വേഗം കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ അവിലൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോഴേക്കും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച അരി ഉണ്ടല്ലോ, അരിയും ഉലുവയും അതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഒരു താഴെ നിൽക്കുന്ന പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചൊഴിച്ചാൽ മതി വെള്ളം, കാരണം ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള അവിലും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് അവിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ഇതിൻ്റെ തിക്നെസ് കണ്ടോ. നമ്മളൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ വേറെ ഒന്നും തന്നെ ഇതിൽ ഫെർമെൻറ്റേഷന് ചേർക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതിന് ശേഷം 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതിലിപ്പോൾ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഉലുവയും ഒരല്പം ഉലുവയും അതുപോലെ ഇപ്പോൾ ഈ ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ളൂ. വേറെ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പം നമ്മൾ ദോശമാവും ഇഡ്ഡലി അതുപോലെ അപ്പത്തിൻ്റെ മാവൊക്കെ അരച്ച് വെച്ചാൽ ഒരു 6 മണിക്കൂർ കൊണ്ടൊക്കെ പുളിച്ച് കിട്ടുമല്ലേ നമുക്ക്. പക്ഷേ ഇത് അതിൻ്റെ ഒരു ഇരട്ടി സമയം എടുക്കും. അതായത് അറ്റ്ലീസ്റ്റ് ഒരു 12 മണിക്കൂറെങ്കിലും ഇത് പുളിക്കാൻ വേണ്ടി ആവശ്യമുണ്ട് കേട്ടോ. അത്ര സമയം നമുക്ക് വെക്കേണ്ടി വരും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടച്ച് ഒരു 12 hours, ഞാനിപ്പോൾ രാത്രിയാണ് ഇതാക്കി വെക്കുന്നത്, ഓവർനൈറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി 12 hours കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. ഇപ്പം 12 hours കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളുടെ മാവ് ഇവിടെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ നല്ല തണുപ്പൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ ചിലപ്പോൾ 12 hours കഴിയുമ്പോൾ ഇതുപോലെ ചിലപ്പോൾ ഫെർമെൻ്റായി വന്നു എന്ന് വരില്ല. അതെങ്ങനെയാണ് അറിയുന്നത് വെച്ചാൽ ഈ മാവിൽ നിന്ന് ഒരല്പം എടുത്തിട്ട് നമ്മളൊന്ന് നാവുമ്പോൾ വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതിന് ചെറിയ പുളിപ്പ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ദോശമാവോ അല്ല അപ്പത്തിൻ്റെ മാവൊക്കെ പൊന്തി വരുന്ന പോലെ അത്രയും പൊന്തിയൊന്നും വരില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു ഫെർമെൻറ്റേഷൻ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ ഇപ്പോൾ ഫെർമെൻ്റ് ആയതുകൊണ്ട് ഞാനിതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മളുടെ ഈ ബാറ്ററിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് കടുക് താളിച്ചതാണ്. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും 2 തണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് നമ്മൾ മൂപ്പിച്ചെടുത്തതാണ്. അത് ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ചൂടോടുകൂടി ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ബാറ്ററിൻ്റെ സ്ട്രക്ചർ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കടുക് താളിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ചെയ്യണമെന്നില്ല. പക്ഷേ ഇത് ചെയ്യുമ്പോഴാണ് ഈ ബൺ ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായി ബാറ്റർ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടി അടച്ച് വെക്കണം.
നമുക്കപ്പോൾ ആ ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ശരവണ ഭവൻ സ്റ്റൈലിലുള്ള ഒരു തക്കാളി ചട്നി ഉണ്ടാക്കിയെടുക്കാം. അത് ഇതിൻ്റെ കൂടെ ഒരു പെർഫെക്റ്റ് കോംബോ ആണ് കേട്ടോ. അപ്പോൾ ഒരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പെർഫെക്റ്റ് ടേസ്റ്റ് ഇതിന് കിട്ടുക ഈ എണ്ണയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ. നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. ഒരുപാട് ചുമന്ന് പോകണം. ഉഴുന്ന് പരിപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങ് ചുമന്ന് വരുമൊന്നും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു 6 എണ്ണം വരെ എടുക്കാം. ആ വെളുത്തുള്ളിയും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 10ഓ 12ഓ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ചെറിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ ചെറിയ ഉള്ളി ഒരുപാട് അങ്ങ് വഴണ്ട് പോകണ്ട. ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് 2 നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക. പഴുത്തത് തന്നെ ചേർക്കണേ, അല്ലെങ്കിൽ അതിന് ഭയങ്കര പുളിപ്പ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ചമ്മന്തിക്ക് അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. നമ്മൾ തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ട് അത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരല്പം തീ കൂട്ടി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് അത് മാഷ് ആയതുപോലെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ആ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മാഷ് ആയതുപോലെ തന്നെയാണ് നമ്മളത് വഴറ്റിയെടുത്തേക്കുന്നത്. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തത് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ അതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കുന്നത്. അതായത് 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇത് ചേർക്കുമ്പോൾ ഇതിനൊരു വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ശരിക്കും നമ്മളുടെ ശരവണ ഭവൻ ഹോട്ടലിൽ അതേ ടേസ്റ്റാണ് ഈ ചട്നിക്ക് കിട്ടുന്നത്. ഇതിനോടൊപ്പം 2 തണ്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അത് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. അപ്പോൾ ഒരു പാൻ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് നല്ലെണ്ണയാണ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഇതിനൊരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഈ എണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഈ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 2ഓ 3ഓ വറ്റൽമുളക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഞാനിവിടെ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കണ കായ ഉണ്ടല്ലോ, ആ കായത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കരിഞ്ഞു പോകരുതേ. എന്നിട്ട് 2 തണ്ട് ഒരു മല്ലിയിലയും കൂടി ചേർത്ത്, കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ തക്കാളി ചട്നി അരച്ച് വെച്ചിട്ടുണ്ടായില്ല അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ശരവണ ഭവൻ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ ദോശയും ഇഡ്ഡലിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ തേങ്ങാ ചട്നി ഉണ്ടാവും. ഇതുപോലെ ഒരു ഒട്ടും വെള്ളമില്ലാത്തൊരു ചട്നി ഉണ്ടാവും. അതാണ് ഈ ബൺ ദോശയുടെ കൂടെ നല്ലൊരു കോംബോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിപ്പോൾ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചട്നി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ബൺ ദോശ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു അപ്പച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ കുറച്ച് കുഴിയുള്ള ടൈപ്പ് ഏതെങ്കിലും പാത്രം വെക്കുക കേട്ടോ. ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇതിലൊന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനിൽ അങ്ങനെ തടവേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് ഒരു തവി മാവ് കോരി ഒഴിക്കുക കേട്ടോ. കൂടുതൽ ഒഴിക്കേണ്ട, കറക്റ്റ് ഒരു തവി തന്നെ ഒഴിച്ചാൽ മതി. അപ്പോഴത് വേഗം വെന്ത് കിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഫ്ലെയിം സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കണം. അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. ഇപ്പോൾ അതായത് ഒരു വശം ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ആ വശം ഇങ്ങനെ നന്നായിട്ടൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക്. മറ്റേ വശം പെട്ടെന്ന് തന്നെ അത് വെന്തതാണല്ലോ ഓൾറെഡി. അപ്പോൾ അതിനെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ഇതാ കണ്ടോ, കറക്റ്റായിട്ട് അത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. വീണ്ടും നമുക്കിതിലേക്ക് ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ട് ഒരല്പം മാവ് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂടുതൽ മാവ് ഒഴിക്കേണ്ട, അപ്പോൾ അത് വെന്ത് കിട്ടാൻ സമയമെടുക്കും. വീണ്ടും അതുപോലെ തന്നെ സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റിന് ശേഷം അത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്കത് ഇതിൽ എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. കറക്റ്റ് ഒരു ബണ്ണിൻ്റെ ഷേപ്പാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ബൺ ദോശ എന്ന് പറയുന്നത്. അപ്പം ഞാനിതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കാണിച്ചു തരാം.
നമ്മളപ്പോൾ ബൺ ദോശയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പെർഫെക്റ്റ് കോംബോ ആയ തക്കാളി ചട്നിയും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ ദോശയുടെ പ്രത്യേകത ഇതിനകത്ത് നമ്മൾ ഉഴുന്നൊന്നും ചേർത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കൂ, ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് കണ്ടോ എത്ര സോഫ്റ്റാണെന്ന് നോക്കൂ. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള അതുപോലെ ടേസ്റ്റിയുമായ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബൺ ദോശയും ചട്നിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.